Morning students, we are going to discuss about the topic inheritance of mitochondrial DNA. First we will study what are the characteristics of the mitochondrial DNA. The mitochondrial DNA is mostly a maternal DNA, that is, it is inherited exclusively from the mother. The mitochondrial DNA is circular. Mitochondrial DNA is circular in shape and its length is 16 kb in length, consisting of 16,600 base pair, and it codes for 37 genes. And the mitochondrial DNA encodes 13 proteins that are subunits of oxidative phosphorylation. The mitochondrial DNA does not consist of any introns or non-coding sequence. It consists only exons. It has no respiration system and it has a high mutation rate, especially in its D loop. You know the structure of mitochondria or mitochondrial DNA. There is no crossing over and its replicative segregation of homoplasmy and heteroplasmy occurs. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എനെ കുറിച്ചാണ്. മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ എന്ന് പറയുന്നത് ഒരു മെറ്റേണൽ ഡി എൻ എ ആണ്. അതായത് മദറിൽ നിന്ന് മാത്രമേ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ നമുക്ക് കിട്ടൂ. അപ്പോൾ മദറിൽ നിന്ന് മാത്രം ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു ഡി എൻ എ ആണ് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ എന്ന് പറയുന്നത്. ഇത് സർക്കുലർ ഷേപ്പ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 16 KB ആണ്. ഇതിൽ 16,600 ബേസ് പേഴ്സ് ഉണ്ടാവും. ഇതിൽ 37 ജീൻസ് ഉണ്ടാവും ഈ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എയിൽ. ഇത് 13 പ്രോട്ടീൻസിനെ കോഡ് ചെയ്യും. മെയിൻലി ഈ പ്രോട്ടീൻസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആണ്. പിന്നെ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എക്ക് എക്സോൺസ് മാത്രമേ ഉള്ളൂ, അതായത് കോഡിംഗ് സീക്വൻസ് മാത്രമേ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എക്കുള്ളൂ. നോൺ കോഡിംഗ് സീക്വൻസ് ആയിട്ടുള്ള ഇൻട്രോൺസ് ഇല്ല. പിന്നെ ഹൈ മ്യൂട്ടേഷൻ റേറ്റ് ആയിരിക്കും. മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എക്ക് മ്യൂട്ടേഷൻ റേറ്റ് വളരെ കൂടുതലായിരിക്കും. പിന്നെ ക്രോസിംഗ് ഓവർ ഉണ്ടാവില്ല. സോ വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയർ ഡി എൻ എ ആൻഡ് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ? Nuclear DNA is found in the nucleus of the cell, whereas mitochondrial DNA is found in the mitochondria of the cell. അപ്പോൾ ന്യൂക്ലിയർ ഡി എൻ എ കാണുന്നത് ന്യൂക്ലിയസിലാണ്, മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ കാണുന്നത് മൈറ്റോകോൺഡ്രിയയിലാണ്. ന്യൂക്ലിയർ ഡി എൻ എയിൽ 23 ക്രോമസോംസ് ഉണ്ടാവും, അതായത് 2 സെറ്റ് ടോട്ടൽ, അതായത് 23 സെറ്റ്സ് ഓഫ് ക്രോമസോം ഉണ്ടാവും, ടോട്ടൽ 46. മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എയിൽ സെവറൽ കോപ്പീസ് ഉണ്ടാവും. ന്യൂക്ലിയർ ഡി എൻ എ ക്യാൻ ബി ഇൻഹെറിറ്റഡ് ബൈ മെറ്റേണൽ ആൻഡ് പാറ്റേണൽ വേ, വെറസ് ദി മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ ഇസ് ഇൻഹെറിറ്റഡ് ഓൺലി ബൈ മെറ്റേണൽ വേ. അപ്പോൾ ന്യൂക്ലിയർ ഡി എൻ എ നമുക്ക് മദറിൽ നിന്നും ഫാദറിൽ നിന്നും ന്യൂക്ലിയർ ഡി എൻ എ കിട്ടും, പക്ഷേ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ നമുക്ക് മദറിൽ നിന്ന് മാത്രമേ കിട്ടൂ. ന്യൂക്ലിയർ ഡി എൻ എ ക്യാൻ ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം മെറ്റേണൽ ലീനേജ്, വെറസ് ദി mitochondrial DNA cannot be distinguished between the individuals of same maternal lineage. അപ്പോൾ ഒരേ മദറിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കുട്ടികളെ നമുക്ക് ന്യൂക്ലിയർ ഡി എൻ എ വെച്ച് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു ഡിസ്റ്റിങ്വിഷൻ നമുക്ക് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എൻ്റെ കേസിൽ പറ്റൂല. നെക്സ്റ്റ്, ന്യൂക്ലിയർ ഡി എൻ എ ഇസ് ഡബിൾ ഹെലിക്സ്, വെറസ് ദി മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ ഇസ് സർക്കുലർ. Nuclear DNA is bounded by a nuclear envelope, whereas the mitochondrial DNA is free of a nuclear envelope. In the case of nuclear DNA, the DNA is packed into chromatin, whereas in the case of mitochondrial DNA, the DNA is not packed into chromatin. അപ്പോൾ ന്യൂക്ലിയർ ഡി എൻ എ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ന്യൂക്ലിയർ ഡി എൻ എ കാണുന്നത് ന്യൂക്ലിയസിലായിരിക്കും, മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ കാണുന്നത് മൈറ്റോകോൺഡ്രിയയിലാണ്. പിന്നെ ന്യൂക്ലിയർ ഡി എൻ എയിൽ 23 സെറ്റ്സ് ഓഫ് ക്രോമസോം ഉണ്ടാവും, പക്ഷേ മൈറ്റോകോൺഡ്രിയയിൽ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാവും. ന്യൂക്ലിയർ ഡി എൻ എ ഫാദറിൽ നിന്നും മദറിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ മദറിൽ നിന്ന് മാത്രമേ കിട്ടൂ. ന്യൂക്ലിയർ ഡി എൻ എ ഒരേ മെറ്റേണൽ ലീനേജ് ഉള്ള ആൾക്കാരെ തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും, പക്ഷേ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എക്ക് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ പറ്റൂല. ന്യൂക്ലിയർ ഡി എൻ എ ഡബിൾ ഹെലിക്സ് ആയിരിക്കും, മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ സർക്കുലർ ആയിരിക്കും ഉണ്ടാകുക. ന്യൂക്ലിയർ ഡി എൻ എനെ കവർ ചെയ്തുകൊണ്ടൊരു ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ടാവും, പക്ഷേ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എക്ക് ന്യൂക്ലിയർ എൻവലപ്പ് ഇല്ല. ന്യൂക്ലിയർ ഡി എൻ എൻ്റെ കേസിൽ ഡി എൻ എ ക്രോമാറ്റിൻ വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത്, മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എൻ്റെ കേസിൽ ക്രോമാറ്റിൻ വെച്ചിട്ടല്ല പാക്ക് ചെയ്യുന്നത്.
So we are next going to discuss about the maternal inheritance of mitochondrial DNA. The sperm mitochondria are generally eliminated from the embryo so that mitochondrial DNA is inherited only from the mother. All children of a female who is homoplasmic for a mitochondrial DNA mutation will inherit the mutation. So none of the offspring of a male carrying the same mutation will inherit the defective DNA. So the maternal inheritance of a homoplasmic mitochondrial DNA mutation causing Leber hereditary optic neuropathy is known. അപ്പോൾ മെറ്റേണൽ ഇൻഹെറിറ്റൻസ് ഓഫ് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ, അപ്പോൾ മദറിൽ നിന്ന് മാത്രമേ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ ഇൻഹെറിറ്റ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സ്പേമിലും മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ ഇല്ലേ, അതെന്തുകൊണ്ടാണ് ഇൻഹെറിറ്റ് ചെയ്യാത്തതെന്ന്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് സ്പേമിലുള്ള മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എനെ എലിമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്യും. അങ്ങനെ മദറിൽ നിന്ന് മാത്രമാണ് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ ഇൻഹെറിറ്റ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തും. അപ്പോൾ എങ്ങനെയാണ് മദറിൽ നിന്ന് മാത്രമാണ് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ ഇൻഹെറിറ്റ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുന്നത്? സ്പേമിൽ നിന്ന് ഉള്ള മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എനെ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ഉറപ്പ് വരുത്തും? മദറിൽ നിന്ന് മാത്രമാണ് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ എംബ്രിയോക്ക് കിട്ടുന്നതെന്ന് ഉറപ്പ് വരുത്തും. മാത്രമല്ല, ഇപ്പം ഹോമോപ്ലാസ്മിക് മ്യൂട്ടേഷൻ, അതായത് ഫീമെയിൽസിന് ഹോമോപ്ലാസ്മിക് മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അതെന്തായാലും ആ ഫീമെയിലിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾക്ക് ഉണ്ടാകും. പക്ഷേ മെയിലിനാണ് ഹോമോപ്ലാസ്മിക് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ ഉണ്ടാകുന്നതെങ്കിൽ അതൊരിക്കലും എന്ത് ചെയ്യില്ല, ആ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ ഒരിക്കലും ഇൻഹെറിറ്റ് ചെയ്യില്ല. കാരണം മെയിലിൽ നിന്ന് ഒരിക്കലും മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ എടുക്കുന്നില്ല. കാരണം മെയിലിൽ നിന്നുള്ള മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മ്യൂട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് ലെബർ ഹെറിഡിറ്ററി ഒപ്റ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റേണൽ ഇൻഹെറിറ്റൻസ് ആണ് മൈറ്റോകോൺഡ്രിയയ്ക്ക് പറ്റൂ. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് തന്നെ, അതായത് സൈഗോട്ട് ഫോർമേഷൻ്റെ സമയത്ത് തന്നെ സ്പേമിൽ നിന്നുള്ള മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എനെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യും. അങ്ങനെ ഉറപ്പ് വരുത്തും? ഫീമെയിൽ നിന്നാണ് മാത്രമാണ്, അല്ലെങ്കിൽ എഗ്ഗിൽ നിന്ന് മാത്രമാണ് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ കിട്ടുന്നതെന്ന് ഉറപ്പ് വരുത്തും. അപ്പോൾ ഫാദറിൻ്റെ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എക്ക് എന്തെങ്കിലും മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അതൊരിക്കലും ഇൻഹെറിറ്റ് ചെയ്യില്ല, അത് ഒരിക്കലും അവരുടെ കുട്ടികളിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യില്ല. പക്ഷേ മദറിൻ്റെ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എയിൽ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അതെന്തായാലും കുട്ടികളിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യും. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് മെറ്റേണൽ ഇൻഹെറിറ്റൻസ് ഓഫ് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ. The number of mitochondrial DNA molecules within the developing oocyte is reduced before being amplified to the huge total seen in mature oocytes. This restriction and subsequent amplification of mitochondrial DNA oogenesis is termed as mitochondrial genetic bottleneck. So the first feature of maternal inheritance of mitochondrial DNA is that the number of mitochondrial DNA in the case of developing oocyte is reduced before it is amplified to the huge amount in mature oocyte. This is known as mitochondrial genetic bottleneck. അപ്പോൾ ഒരു oocyte അല്ലെങ്കിൽ ഡെവലപ്പിംഗ് oocyte അല്ലെങ്കിൽ സൈഗോട്ടിലുള്ള മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എൻ്റെ അളവ് ആദ്യം റെഡ്യൂസ് ചെയ്യും. എന്നിട്ട് അതിനെന്ത് ചെയ്യും? നല്ലോണം ആംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ എണ്ണം കൂട്ടും. മെച്ചർ oocyteലെത്തുമ്പോഴേക്കും അതിന് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എൻ്റെ എമൗണ്ട് നന്നായി കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് മൈറ്റോകോൺഡ്രിയൽ ജെനറ്റിക് ബോട്ടിൽനെക്ക് എന്ന് പറയുന്നത്. അതായത് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എൻ്റെ അളവ് ഡെവലപ്പിംഗ് oocyteൽ റെഡ്യൂസ് ചെയ്യുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക? മെച്ചേർഡ് oocyteലേക്ക് എത്തുമ്പോഴത്തേക്ക് ആംപ്ലിഫൈ ചെയ്യുക. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് മൈറ്റോകോൺഡ്രിയൽ ജെനറ്റിക് ബോട്ടിൽനെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഡെവലപ്പിംഗ് oocyteൽ ഉള്ള മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ, ഡെവലപ്പിംഗ് oocyteലുള്ള മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എൻ്റെ അളവ് റെഡ്യൂസ് ചെയ്യും. എന്തിനു മുന്നേ? അത് ആംപ്ലിഫൈ ചെയ്ത് മെച്ചേർഡ് oocyteലുള്ള മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എൻ്റെ അളവ് എത്തുന്നത് വരെ. അപ്പോൾ ആദ്യം കുറയ്ക്കുകയാണ് ചെയ്യുക, പിന്നെയാണ് കൂട്ടുക. അപ്പോൾ ആദ്യം ഡെവലപ്പിംഗ് oocyteലുള്ള മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എൻ്റെ അളവ് കുറയ്ക്കും. അതിനുശേഷം അടുത്ത സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എൻ്റെ അളവ് ആംപ്ലിഫൈ ചെയ്യും അല്ലെങ്കിൽ കൂട്ടും. മെച്ചർ oocyte എത്തുമ്പോഴത്തേക്ക് നല്ലോണം ആംപ്ലിഫൈ ചെയ്ത് നല്ലോണം കുറേ എമൗണ്ട് ഓഫ് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ ഉണ്ടാവും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് മൈറ്റോകോൺഡ്രിയൽ ജെനറ്റിക് ബോട്ടിൽനെക്ക് എന്ന് പറയുന്നത്.
So next feature is that the variable in the percentage of mutant mitochondrial DNA molecules seen in the offsprings of a mother with heteroplasmy of a mitochondrial DNA mutation arises from the sampling of only a subset of mitochondrial DNA during oogenesis. ആദ്യത്തെ പോയിന്റ് പഠിച്ചാൽ മതി. Next, interaction between mitochondrial DNA and nuclear DNA. Both mitochondrial and nuclear DNA produce polypeptides of oxidative phosphorylation. Thus, the phenotype associated with the mutation in the nuclear genes are often indistinguishable from those due to mitochondrial DNA mutation. This is why often mitochondrial DNA is referred to as the slave of nuclear DNA, because mitochondrial DNA depends on many nuclear genome encoded proteins for its replication and maintenance of its integrity. Thus, disease of oxidative phosphorylation arises not only from the mutations in the mitochondrial genome, but also from mutations in the nuclear genes that encode oxidative phosphorylation components. The mutations in many of these nuclear genes can lead to disorders with phenotype similar to that of mitochondrial DNA diseases. അപ്പോൾ എങ്ങനെയാണ് ന്യൂക്ലിയർ ഡി എൻ എയും മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എയും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഡി എൻ എയും മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എയും മെയിൻലി കോഡ് ചെയ്യുന്നത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രോട്ടീൻസിനെയാണ്. അപ്പോൾ എ ടി പി സിന്തസിസിന് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ന്യൂക്ലിയർ ഡി എൻ എയും മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എയും. ഇത് മാത്രമല്ല, നമ്മൾ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എനെ ന്യൂക്ലിയർ ഡി എൻ എൻ്റെ സ്ലേവ് ആയിട്ടാണ് നമ്മൾ പറയുക. കാരണം ഈ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ ന്യൂക്ലിയർ ഡി എൻ എ കോഡ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റെപ്ലിക്കേഷനും മെയിൻ്റെനൻസിനും ഒക്കെ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എനെ ന്യൂക്ലിയർ ഡി എൻ എൻ്റെ സ്ലേവ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഡി എൻ എനെ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എനെ നമ്മൾ ന്യൂക്ലിയർ ഡി എൻ എൻ്റെ സ്ലേവ് ആണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എനെ ന്യൂക്ലിയർ ഡി എൻ എൻ്റെ സ്ലേവ് ആണെന്ന് പറയാൻ കാരണം മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ അതിൻ്റെ റെപ്ലിക്കേഷനും അതിൻ്റെ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ന്യൂക്ലിയർ ഡി എൻ എ കോഡ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എനെ ന്യൂക്ലിയർ ഡി എൻ എൻ്റെ സ്ലേവ് ആണെന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു തകരാറ് അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു തകരാറ് ഉണ്ടാകുന്ന ഡിസീസ്, ഇങ്ങനത്തെ ഡിസീസ് ഉണ്ടാകാൻ കാരണം മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എയിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ മാത്രമല്ല, ന്യൂക്ലിയർ ഡി എൻ എയിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനെ അത് എഫക്റ്റ് ചെയ്യും. കാരണം മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ന്യൂക്ലിയർ ഡി എൻ എനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഡി എൻ എക്ക് എന്തെങ്കിലും മ്യൂട്ടേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എനെയും എഫക്റ്റ് ചെയ്യും. The rate of mutation in mitochondrial DNA is very high. Why the rate of mutation in mitochondrial DNA is very high? We will discuss about it in the next section. The mitochondrial genome has a very high mutation rate that is 10 to 17-fold higher than nuclear DNA. Although mitochondrial DNA repair system exists, they are not sufficient to counteract the oxidative damage sustained by the mitochondrial genome. The mitochondrial DNA does not consist of any protective histones, and also the oxidation process in the mitochondria is very high. The mitochondrial DNA mutation rate can be increased by environmental agents or by mutation of nuclear genes involved in mitochondrial DNA mutation. അപ്പോൾ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എക്കിൻ്റെ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അപ്പോൾ ഈ ഹൈ റേറ്റ് ഓഫ് മ്യൂട്ടേഷൻ, അതായത് ന്യൂക്ലിയർ ഡി എൻ എനെക്കാളും 10 to 17 ടൈംസ് ഹയർ മ്യൂട്ടേഷനാണ് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എക്ക് ഉണ്ടാകുക. അപ്പോൾ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എയിലും ഡി എൻ എ റിപ്പയർ സിസ്റ്റം ഒക്കെ ഉണ്ട്. എന്നാലും ഈ മ്യൂട്ടേഷൻ റേറ്റ് ഹൈ ആകാനുള്ള ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എക്ക് ഹിസ്റ്റോൺസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, ന്യൂക്ലിയർ ഡി എൻ എനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻസാണ് ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഹിസ്റ്റോൺസ് ആർക്കില്ല? മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എക്കില്ല. രണ്ടാമത്തെ കാര്യം, മൈറ്റോകോൺഡ്രിയയിലാണ് എന്ത് നടക്കുന്നത്? ഓക്സിഡേഷൻ പ്രോസസ്സൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ഓക്സിഡേഷൻ പ്രോസസ്സൊക്കെ നടക്കുന്നത് കാരണം ഒരുപാട് ഫ്രീ റാഡിക്കൽസ് മൈറ്റോകോൺഡ്രിയയിൽ ഉണ്ടാവും. അപ്പോൾ ആ ഫ്രീ റാഡിക്കൽസ് ഒക്കെ പോയിട്ട് എന്തുണ്ടാക്കും? മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എയിൽ മ്യൂട്ടേഷൻസ് ഉണ്ടാക്കും. പിന്നെ എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സും
മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എൻ്റെ മ്യൂട്ടേഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ന്യൂക്ലിയർ ഡി എൻ എയിൽ ഉണ്ടാകുന്ന ഏത് മ്യൂട്ടേഷനും മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എനെ എഫക്റ്റ് ചെയ്യും. കാരണം മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ ഡിപ്പെൻഡ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഡി എൻ എൻ്റെ മുകളിലാണ്, അതിൻ്റെ മെയിൻ്റെനൻസിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എൻ്റെ മ്യൂട്ടേഷൻ റേറ്റ് വളരെ ഹൈ ആണ്. അതായത് ന്യൂക്ലിയർ ഡി എൻ എനെ കാട്ടും 10 to 17 ഫോൾഡ് ഹയർ ആണ്. കാരണം ഒന്ന്, അതിന് പ്രൊട്ടക്റ്റീവ് ഹിസ്റ്റോൺസ് ഇല്ല. രണ്ടാമത്തത് മൈറ്റോകോൺഡ്രിയയിൽ ഹൈ എമൗണ്ട് ഓഫ് ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. മൂന്നാമത്തത് എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സും ന്യൂക്ലിയർ ഡി എൻ എയിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസും മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എനെ എഫക്റ്റ് ചെയ്യും. സോ വാട്ട് ആർ ദി ഡിസീസസ് ദാറ്റ് caused due to the mutations in mitochondrial DNA? So about 1 in 4,000 children in US develop mitochondrial disease by the age of 10 years, and the mitochondrial DNA genome mutations are 10 times more frequently than nuclear DNA mutation. The diseases occurring due to the mitochondrial DNA mutation affect mainly CNS or central nervous system, musculoskeletal system, etc. So the following 3 types of mutations leads to the mitochondrial diseases or mutation in mitochondrial DNA. They are missense mutation, point mutation, and deletion or duplication of mitochondrial DNA molecule. This mutation we will discuss later in another unit of our syllabus. So the diseases associated with mitochondrial DNA mutation are MERRF, that is myoclonic epilepsy and ragged red fibers. It is associated with muscles. Next is MELAS, that is myopathy, epilepsy, lactic acidosis, stroke-like epidosis, also associated with muscles. Then LHON, that is Leber's hereditary optic atrophy. Next is Kearns-Sayre, that causes eye problems, heart block, ataxia, and loss of coordination. Lake syndrome, which is characterized by rare severe brain disease in infancy and also heart problems. ഇപ്പോൾ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എയിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് കാരണം ഡിസീസസ് ഹ്യൂമൻസിൽ കാണാൻ പറ്റും. അപ്പോൾ US-ൽ 4,000 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു കുട്ടിക്ക് എന്തുണ്ടാവും, മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ മ്യൂട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഡിസീസ് ഉണ്ടാവും. അത് 10ാമത്തെ വയസ്സാകുമ്പോഴത്തേക്ക് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ കാരണം മെയിൻലി സെൻട്രൽ നെർവസ് സിസ്റ്റം, മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിലൊക്കെയാണ് ഡിസീസസ് ഉണ്ടാകുക. അപ്പോൾ 3 ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ കാരണമാണ് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എയിൽ മ്യൂട്ടേഷൻ ഉണ്ടാകുന്നത്. മിസ്സെൻസ് മ്യൂട്ടേഷൻ, പോയിന്റ് മ്യൂട്ടേഷൻ, ഡിലീഷൻ ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ. ഇതൊക്കെ നമ്മൾ അടുത്ത യൂണിറ്റിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഉണ്ട് നമുക്ക് പഠിക്കാം മ്യൂട്ടേഷൻ തന്നെ. അപ്പോൾ അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എയിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് MERRF, മെലാസ്, LHON, കേൺസ്-സയർ ഡിസീസ് ആൻഡ് ലേക്ക് സിൻഡ്രം. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇതാണ് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എൻ്റെ ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ മെറ്റേണൽ ഇൻഹെറിറ്റൻസ് ആണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് മെറ്റേണൽ ഇൻഹെറിറ്റൻസ് നടക്കുന്നത്, അപ്പോൾ എങ്ങനെയാണ് അത് മെറ്റേണൽ ഇൻഹെറിറ്റൻസ് ആക്കി മാത്രമാക്കി മാറ്റുന്നത്, പിന്നെ ന്യൂക്ലിയർ ഡി എൻ എ ആയിട്ടുള്ള അസോസിയേഷൻ എന്താണ്, ന്യൂക്ലിയർ മ്യൂട്ടേഷൻ റേറ്റ് കൂട്ടാനുള്ള കാരണം എന്താണ്, മ്യൂട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഡിസീസസ് എന്തൊക്കെയാണ്, പിന്നെ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എൻ്റെ ജീൻസിൻ്റെ എണ്ണം, അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എൻ്റെ ഒരു സ്ട്രക്ചർ ഉള്ള ഒരു ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഈ നോട്ട് എഴുതുമ്പോൾ നിങ്ങളുടെ നോട്ടിൽ വരച്ചിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് അതൊരു അസൈൻമെൻ്റ് ആണ്. അതായത് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക, എന്നിട്ട് അതിലുള്ള ജീൻസ് പഠിക്കുക. അത് നിങ്ങളുടെ അസൈൻമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ നോട്ടിൽ എഴുതിയിട്ട് എനിക്കത് സബ്മിറ്റ് ചെയ്യണം. അപ്പം താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എൻ്റെ ഇൻഹെറിറ്റൻസ് പഠിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എൻ്റെ പിക്ചർ വരച്ചിട്ട് അതിൻ്റെ ജീൻസിനെ കുറിച്ച് എഴുതിയിട്ട് നിങ്ങളുടെ നോട്ടിൽ എഴുതി വെക്കണം. അതെനിക്ക് സബ്മിറ്റ് ചെയ്യുകയുമാണ്.